ഹലോ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാന ചർച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകലല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ UDFന്റെ ലിസ്റ്റൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് 95 സീറ്റിലും മുസ്ലിം ലീഗ് 27 സീറ്റിലും, കേരള കോൺഗ്രസ് ജോസഫ് 8 സീറ്റിലും, RSP 5 സീറ്റിലും, പിന്നെ CMP 1 സീറ്റിലും, അതേപോലെ ഓരോ സീറ്റിൽ മത്സരിക്കുന്ന ഘടകകക്ഷികളും വേറെയും, വടകരയിലെ RMP പോലെ അങ്ങനെയുള്ള കക്ഷികളൊക്കെ വേറെയുണ്ട് ഓരോ സീറ്റിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു UDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നാലും റിബലുകൾ വരാൻ സാധ്യതയും വളരെ കൂടുതൽ. കാരണം സ്ഥാനാർത്ഥി മോഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ അവർ അത് കിട്ടുന്നിടത്തേക്ക് ഓടിപ്പോകും എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പൊ അത് കാലാകാലങ്ങളായിട്ട് വരാറുള്ളതുമാണ്. എന്നാൽ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ ഒരിക്കലും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് ശേഷം മറ്റൊന്നിലേക്ക് മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ എന്തായാലും മത്സരിച്ച് പറ്റൂ എന്നുള്ളവർ ചിലപ്പോൾ മറ്റുള്ള പാർട്ടികളിലേക്കൊക്കെ ചേക്കേറാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്രഖ്യാപനം നീളുന്നു എന്നത് ശരിക്കും ഒരു യാഥാർത്ഥ്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിലെ ഇത്രയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി, അതിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഓരോ പ്രദേശത്തിനനുസരിച്ചും അവിടുത്തെ ഘടന രീതികൾക്കനുസരിച്ചും ഒക്കെ എല്ലാവിധ ജനങ്ങളെയും ഉൾക്കൊണ്ടും എല്ലാ സമുദായങ്ങളെയും എല്ലാ പ്രസ്ഥാനത്തെയും എല്ലാ പോഷക സംഘടനകളെയും ഒക്കെ ഉൾക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പ്രഖ്യാപനമായിരിക്കും കോൺഗ്രസ് നടത്തുക. ഇപ്പോൾ തന്നെ 55 സിറ്റിംഗ് MLA ഉൾപ്പെടെ 55 സീറ്റിന്റെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞതാണ്. ഇനി ബാക്കിയുള്ളതാണ് വരാനിരിക്കുന്നത്. 95-ൽ 55 കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ്. പകുതിയിൽ കൂടുതൽ പ്രഖ്യാപനം നടത്തി എന്നാണ് ചുരുക്കം. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇനി വരാനുള്ളത്. അത് ഒരു അനിശ്ചിതമായി നീളുന്നു എന്നത് ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്നത് ശരിക്കും യാഥാർത്ഥ്യമല്ല. അനിശ്ചിതമായി നീളുന്നില്ല. ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കലും ഈ നോമിനേഷൻ കൊടുക്കൽ ആരംഭിക്കലും ഒക്കെ വളരെ പെട്ടെന്നായതുകൊണ്ട് ഈ ചർച്ചകളിൽ ചില വൈകലുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചില മത്സരിച്ച് തീരൂ എന്ന് ചില ആളുകൾ പ്രഖ്യാപിച്ചത് കൊണ്ട് അതിന് ഒരു പരിഹാരം കാണേണ്ടതുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ ലാസ്റ്റ് പൊസിഷൻ എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ബുധനാഴ്ച 2ാം ഘട്ടം പുറത്തുവിടും, കുറച്ച് മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തി ബാക്കി പുറത്തുവിടും എന്നുള്ളതും ഇപ്പോഴും അടുത്ത വ്യാഴാഴ്ചയിലേക്കും വെള്ളിയാഴ്ചയിലേക്കൊക്കെ നീളാൻ സാധ്യതയുണ്ട്. ഇത് നീണ്ടാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് ഒക്കെ ഒരു കൂട്ടിയോജിപ്പിച്ച് ഉള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അതാണ് കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രത്യേകത. ഇങ്ങനെയൊക്കെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആവേശമായിരിക്കും. പിന്നെ അത് ഒരു കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകൽ വളരെ പെട്ടെന്നായി തന്നെ അത് മുന്നേറും. കൺവെൻഷനുകളും കാര്യങ്ങളൊക്കെ നടത്തി മണ്ഡലങ്ങളൊക്കെ സജീവമായി വളരെ പെട്ടെന്ന് തന്നെ ഐക്യജനാധിപത്യ മുന്നണി മുന്നേറും എന്ന് തന്നെയാണ് ഇതിന് മുൻപത്തെയുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം പ്രഖ്യാപനങ്ങളൊക്കെ വളരെ വൈകിയാണ് വരുന്നതെങ്കിലും അതിനു മുൻപ് ഒരുപാട് അസരസ്യങ്ങളൊക്കെ രൂപപ്പെടാനും അത് ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും ഇത്തിരി സമയം വൈകുമെങ്കിലും ആ സമയം ഒക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ അതിനൊക്കെ കവർ ചെയ്യുവാൻ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 1-2 ദിവസങ്ങൾ നീണ്ടാലും അതിൽ വേവലാതിപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും പലവിധ സമവാക്യങ്ങളുള്ളത് കൊണ്ട് അതിനൊക്കെ അനുയോജ്യമായ രീതിയിൽ ഒരു
ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെ, കാരണം ഒരുപാട് ആളുകൾ ഉള്ള പാർട്ടി ആയതുകൊണ്ട്, ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടി ആയതുകൊണ്ട് അവർക്കെല്ലാം മത്സരിക്കണം എന്നുള്ളതും, പിന്നെ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വരുന്നവരെ മുഴുവൻ ഉൾക്കൊണ്ടില്ലെങ്കിലും കുറച്ചൊക്കെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉൾക്കൊള്ളുക ഇത് ഒരു ഇലക്ഷൻ സമയത്തെ ഒരു ട്രെൻഡാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യാറുള്ളതാണ്. അത് കോൺഗ്രസും ചെയ്യുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്കും സീറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വരുന്ന അതുവരെ സ്ഥാനാർത്ഥിയാവും എന്ന് മോഹിച്ച് നടന്ന നേതാക്കന്മാരുണ്ടായിരിക്കും. അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു ചർച്ചകളുടെ ഭാഗമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകുന്നത് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് ഒരു നിരാശയുടെ വകയില്ല. അതിന് എത്രയും പെട്ടെന്ന് അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇതിനു മുൻപുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന പ്രചരണത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുന്നേറുവാൻ സാധിക്കും. അത് ആവേശമുള്ള പ്രവർത്തകരായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുന്നേറാൻ സാധിക്കും. അപ്പോൾ ഈ ഒന്നോ രണ്ടോ ദിവസത്തെ ഈ ചർച്ചകൾ മൂലം അത് വൈകിയത് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു പിടിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതിന്റെ മുൻപത്തെ ഇലക്ഷന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കുമ്പോഴേക്കും ഒന്നോ രണ്ടോ ദിവസം വ്യത്യാസങ്ങൾ വന്നാലും അത് വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതിന്റെ മുൻപത്തെ ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തെ ചർച്ചകൾ നീണ്ടുപോയാലും അതൊരു പ്രശ്നമല്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ആ ചർച്ചകൾ പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ മുന്നേറുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിന് മുൻപേയും സാധിച്ചിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതിന് മുൻപേയും സാധിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും ഇപ്രാവശ്യവും ഉണ്ടാകാൻ പോകുന്നത്. പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ചടുലതയോടെ പെട്ടെന്ന് തന്നെ മുന്നേറും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു എന്നതുകൊണ്ട് ആരും ആവലാതിപ്പെടേണ്ടതില്ല. അത് ഒന്നോ രണ്ടോ ദിവസത്തെ പ്രഖ്യാപനങ്ങൾ വൈകിയാലും വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും പ്രചരണത്തിൽ മുന്നേറും എന്ന് തന്നെയാണ് ഇതിന്റെ മുൻപത്തെ ഒക്കെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ പറയുവാനുള്ളത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായും. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.